നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു എന്ന് വേണമെങ്കിൽ ജോർജ് സോറസിനെ വിശേഷിപ്പിക്കാം. കാരണം സോറസ് എന്തു പറയുന്നുവോ അതുപോലെ രാഹുൽ ഗാന്ധി ചെയ്യും. സോറസിന്റെ NGO പറഞ്ഞതനുസരിച്ചാണ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര സംഘടിപ്പിച്ചത്. അതുപോലെ തന്നെ സോറസിന്റെ PRO ടീമിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പാർലമെന്റിൽ നീല ടീഷർട്ട് ധരിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തുകയും അതോടൊപ്പം തന്നെ മുതിർന്ന BJP നേതാവിനെ രാഹുൽ ആക്രമിക്കുകയും ചെയ്തത്. നിലവിൽ ഇന്ത്യയെ തകർക്കാൻ നോക്കിയ ജോർജ് സോറസിന്റെ സ്ഥാപനങ്ങളെ മൊത്തത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷായും കൂടെ ചേർന്ന് 8ന്റെ പണിയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതായത് US ശതകോടീശ്വരൻ ജോർജ് സോറസിന്റെ പിന്തുണയുള്ള ബംഗളൂരുവിലെ സ്ഥാപനങ്ങളിൽ ED റെയ്ഡ് നടത്തുകയാണ്. ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ ബംഗളൂരുവിലെ ചില അനുബന്ധ സ്ഥാപനങ്ങളുടെയും ഓഫീസുകളിലുമാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. വിദേശ നാണയ ലംഘനങ്ങൾ സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായാണ് റെയ്ഡ് നടത്തിയത് എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് പ്രകാരമാണ് പരിശോധനകൾ നടത്തിയതെന്നും ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനും ചില അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് അധികൃതർ പറയുന്നുണ്ട്. ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ വഴി വിദേശത്ത് നിന്നും നേരിട്ടുള്ള നിക്ഷേപം ലഭിച്ചതായും തുടർന്ന് ഫെമ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ ചില ഗുണഭോക്താക്കൾ ഈ ഫണ്ടുകൾ ഉപയോഗിച്ചെന്നുമാണ് EDയുടെ കണ്ടെത്തലുകൾ. തുടർന്ന് ED ഫെമ ലംഘിച്ചതിന് കേസ് എടുത്തിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡിനെ കുറിച്ച് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ഒന്നും തന്നെ ഇപ്പോൾ പ്രതികരിച്ചിട്ടില്ല. 1999 ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഹംഗേറിയൻ അമേരിക്കൻ രാഷ്ട്രീയ പ്രവർത്തകനും ബിസിനസ്സുകാരനുമായ ജോൺ സോറസിന്റെ ഇന്ത്യയിലെ നിക്ഷേപങ്ങളും രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളും നേരത്തെയും വിവാദമായിരുന്നു. വരും ദിവസങ്ങളിൽ ജോർജ് സോറസിന്റെ സ്ഥാപനങ്ങളിൽ EDയുടെ റെയ്ഡ് നടത്തുമ്പോൾ സോണിയാഗാന്ധിയും ജോർജ് സോറസും രാഹുലും പ്രിയങ്കയും തമ്മിലുള്ള ബന്ധം ഉടൻ തന്നെ പുറത്തുവരും. കൂടാതെ സോറസിന്റെ വിവിധ NGO സംഘടനകൾ എത്ര കോടി രൂപ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിന് നൽകിയിട്ടുണ്ടെന്നും അമേരിക്കയിൽ ചെന്നിട്ട് വിഘടനവാദികളുമായിട്ടും ഇന്ത്യ വിരുദ്ധരുമായിട്ടും രാഹുൽ കൂടിക്കാഴ്ച നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നതാണ് വസ്തുത. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.